ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു CSE ഗൈഡ്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് കുറച്ച് കമ്മിറ്റീസിനെ കുറിച്ചുള്ള വീഡിയോ ആണ്. നമ്മൾ നേരത്തെ 2 ക്ലാസ് ചെയ്തിരുന്നത് ലോ ആയിരുന്നു. അപ്പം ലോ നമുക്ക് എപ്പോഴും പഠിച്ചു കഴിഞ്ഞാൽ ബോറിംഗ് ആയിപ്പോവും. അതുകൊണ്ടാണ് മാറ്റിയിട്ട് ഞാൻ ഇന്ന് എന്ത് ചെയ്യുന്നത്, കമ്മിറ്റീസിൻ്റെ ക്ലാസ് എടുക്കാമെന്ന് വിചാരിച്ചത്. നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കമ്മിറ്റീസേ ഉള്ളൂ, അത് ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. അപ്പോൾ ആ കമ്മിറ്റീസ് ഒന്ന് നമുക്ക് നോക്കാം. അപ്പോൾ കമ്മിറ്റീസ് ഞാൻ ഓർഡറിനനുസരിച്ച്, അതായത് ഇയറിൻ്റെ ഓർഡറിനനുസരിച്ചിട്ടാണ് കമ്മിറ്റീസ് പറയുന്നത്. അപ്പം ഫസ്റ്റ് കമ്മിറ്റി എന്ന് പറഞ്ഞാൽ മക്ലഗാൻ കമ്മിറ്റിയാണ്. മക്ലഗാൻ്റെ പേരിനകത്ത് തന്നെ ഉണ്ട്, അതിൻ്റെ ഹെഡ് ആരായിരിക്കും? എഡ്വാർഡ് മക്ലഗാനാണ്. അതുപോലെ ഫസ്റ്റ് കമ്മിറ്റി ടു സ്റ്റഡി കോഓപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ഇന്ത്യയിലെ കോഓപ്പറേറ്റീവ് മൂവ്മെൻറ്റിനെ കുറിച്ച് പഠിക്കാനായിട്ട് ആദ്യമായി രൂപീകരിച്ച കമ്മിറ്റി എന്ന് പറയുന്നത് ഏത് തന്നെയാണ്? മക്ലഗാൻ കമ്മിറ്റിയാണ്. ഹെഡ് ആരാണ്? എഡ്വാർഡ് മക്ലഗാൻ. അപ്പോയിൻറ്റഡ് ബൈ ബ്രിട്ടീഷ് ഗവൺമെൻറ്. അപ്പോൾ നമ്മുടെ ഇൻഡിപെൻഡൻസിന് മുമ്പുള്ള ഒരു കാര്യമായതുകൊണ്ട് തന്നെ ഇത് അപ്പോയിൻറ്റ് ചെയ്തിരിക്കുന്ന ആരാണ്? ബ്രിട്ടീഷ് ഗവൺമെൻറ്റാണ്. ഇയർ ഓഫ് അപ്പോയിൻമെൻറ്റ് 1914. 1914 ഈ കമ്മിറ്റിയെ ബ്രിട്ടീഷ് ഗവൺമെൻറ് അപ്പോയിൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ മക്ലഗാൻ കമ്മിറ്റി ഇതിൻ്റെ റിപ്പോർട്ട് സമർപ്പിക്കുന്നത് 1915. 1914 എന്ത് ചെയ്തു? അപ്പോയിൻറ്റ് ചെയ്തു. 15 റിപ്പോർട്ട് സമർപ്പിച്ചു. ഇനി ഇതിൽ ഇമ്പോർട്ടൻ്റ് ഒരു പോയിൻ്റ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സെക്രട്ടറി എന്ന് പറയുന്നത് EW ബാങ്ക് ആയിരുന്നു. അപ്പോൾ ഫസ്റ്റ് കമ്മിറ്റി എന്ന് പറയുന്നത് മക്ലഗാൻ കമ്മിറ്റിയാണ്. ഹെഡ് ചെയ്തിരിക്കുന്നത് എഡ്വാർഡ് മക്ലഗാനാണ്. അപ്പോയിൻറ്റ് ചെയ്തത് ബ്രിട്ടീഷ് ഗവൺമെൻറ്റാണ്. ഇയർ ഓഫ് അപ്പോയിൻമെൻറ്റ് 1914. റിപ്പോർട്ട് സമർപ്പിച്ചത് 1915. ഇനി ഇതിൻ്റെ റെക്കമെൻഡേഷൻസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, 1 man 1 vote. നമുക്കറിയാമല്ലോ, നമ്മുടെ കോപ്പറേറ്റീവ് സൊസൈറ്റികളിൽ അല്ലെങ്കിൽ ബാങ്കുകളിൽ ഒരാൾക്ക് ഒരു വോട്ട് മാത്രമേ എന്ത് ചെയ്യാവുള്ളൂ, ചെയ്യാൻ പറ്റത്തുള്ളൂ. നെക്സ്റ്റ്, ഫോർമേഷൻ ഓഫ് അർബൻ കോപ്പറേറ്റീവ് ബാങ്ക്. അർബൻ കോപ്പറേറ്റീവ് ബാങ്കുകൾ വേണമെന്ന് റെക്കമെൻഡ് ചെയ്തത് ആരാണ്? മക്ലഗാൻ കമ്മിറ്റിയാണ്. അത് 1915 ഇതൊക്കെ റെക്കമെൻഡ് ചെയ്യുന്നത്. അതേപോലെ ഫോർമേഷൻ ഓഫ് സെൻട്രൽ ലാൻഡ് മോർഗേജ് ബാങ്ക്. സെൻട്രൽ ലാൻഡ് മോർഗേജ് ബാങ്ക് വേണമെന്നുള്ളതും റെക്കമെൻഡ് ചെയ്തത് ആരാണ്? മക്ലഗാൻ കമ്മിറ്റിയാണ്. 3-tier സിസ്റ്റം ഓഫ് ക്രെഡിറ്റ്. 3-tier സിസ്റ്റം ഓഫ് ക്രെഡിറ്റും റെക്കമെൻഡ് ചെയ്തത് മക്ലഗാൻ കമ്മിറ്റിയാണ്. അതുപോലെ അപ്പെക്സ് സൊസൈറ്റി അറ്റ് നാഷണൽ ലെവൽ. ഒരു നാഷണൽ ലെവലിൽ ഒരു അപ്പെക്സ് സൊസൈറ്റി വേണമെന്നും ആര് റെക്കമെൻഡ് ചെയ്തു? മക്ലഗാൻ. സർ എഡ്വാർഡ് മക്ലഗാനാണ് ഇത് റെക്കമെൻഡ് ചെയ്തിരിക്കുന്നത്. അതുപോലെ പ്രൊവിൻഷ്യൽ ബാങ്ക് വേണമെന്നും റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്? മക്ലഗാൻ കമ്മിറ്റി. നെക്സ്റ്റ്, ടൗൺസൺ കമ്മിറ്റിയാണ്. ടൗൺസൺ കമ്മിറ്റി വന്നിരിക്കുന്നത് 1926. ഫസ്റ്റ് മക്ലഗാൻ കമ്മിറ്റി 1914 റിപ്പോർട്ട് 15. ഇനി നമുക്ക് ടൗൺസൺ കമ്മിറ്റി പിന്നീട് വരുന്നത് 1926 അടുത്തൊരു കമ്മിറ്റി വരുന്നത്. അത് ഹെഡ് ചെയ്തിരിക്കുന്ന ആരാണ്? ആ പേര് തന്നെയുണ്ട്, ടൗൺസൺ ആണ്. അത് അപ്പോയിൻറ്റ് ചെയ്തിരിക്കുന്നത് ഗവൺമെൻറ് ഓഫ് മദ്രാസ് ആണ്. മക്ലഗാൻ കമ്മിറ്റി അപ്പോയിൻറ്റ് ചെയ്തത് ബ്രിട്ടീഷ് ഗവൺമെൻറ് ആണെങ്കിൽ ടൗൺസൺ കമ്മിറ്റി അപ്പോയിൻറ്റ് ചെയ്തത് ആരാണ്? ഗവൺമെൻറ് ഓഫ് മദ്രാസ് ആണ്. അപ്പം 1926 ഗവൺമെൻറ് ഓഫ് മദ്രാസ് എന്ത് ചെയ്തു? ടൗൺസൺ കമ്മിറ്റിയെ അപ്പോയിൻറ്റ് ചെയ്തു. 1928 ടൗൺസൺ കമ്മിറ്റി അതിൻ്റെ റിപ്പോർട്ട് സമർപ്പിച്ചു. അപ്പോൾ അതിലുണ്ടായിരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റെക്കമെൻഡേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് ലാൻഡ് മോർഗേജ് ബാങ്ക്. അപ്പം മക്ലഗാൻ കമ്മിറ്റിയും ടൗൺസൺ കമ്മിറ്റിയും ഒരേപോലെ റെക്കമെൻഡ് ചെയ്ത് എന്താണ്? ലാൻഡ് മോർഗേജ് ബാങ്ക് വേണമെന്നാണ്. ഇനി നെക്സ്റ്റ് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കമ്മീഷനാണ്, അതായത് റോയൽ കമ്മീഷൻ അഗ്രികൾച്ചർ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. അപ്പോൾ ഹെഡഡ് ബൈ കാൽവെട്ട്. കാൽവെട്ടാണ് റോയൽ കമ്മീഷൻ്റെ ഹെഡായിരുന്നത്. അപ്പോയിൻറ്റഡ് ബൈ ബ്രിട്ടീഷ് ഗവൺമെൻറ്. അപ്പം റോയൽ കമ്മീഷനെ അപ്പോയിൻറ്റ് ചെയ്ത ആരാണ്? ബ്രിട്ടീഷ് ഗവൺമെൻറ്റാണ്. മക്ലഗാൻ കമ്മിറ്റി അപ്പോയിൻറ്റ് ചെയ്ത ആരാണ്? അതും ബ്രിട്ടീഷ് ഗവൺമെൻറ്റാണ്. പക്ഷേ ടൗൺസൺ കമ്മിറ്റി അപ്പോയിൻറ്റ് ചെയ്തത് ഗവൺമെൻറ് ഓഫ് മദ്രാസ് ആണ്. ഇനി റോയൽ കമ്മീഷനെ അപ്പോയിൻറ്റ് ചെയ്തത് 1927. പക്ഷേ ഇതിൻ്റെ റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത് എന്താണ്? 1928. അതായത് ടൗൺസൺ കമ്മിറ്റി 1926 അപ്പോയിൻറ്റ് ചെയ്തു. 28 അതിൻ്റെ റിപ്പോർട്ട് വരുന്നത്. റോയൽ കമ്മീഷനും അതുപോലെ 27 അപ്പോയിൻറ്റ് ചെയ്യുന്നു. പക്ഷേ റിപ്പോർട്ട് വരുന്നത് ഏതാണ്? 28. ഞാനിങ്ങനെ വീണ്ടും വീണ്ടും പറയുന്നത് ഇയർ തെറ്റിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്കത്രയും കുറച്ചുകൂടി പഠിക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ പറയുന്നത് ബുദ്ധിമുട്ടാണെങ്കിൽ പറയണം കേട്ടോ. ഇനി കാൽവെട്ടിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കോട്ട് നമുക്ക് എക്സാമിനൊക്കെ ചോദിച്ചിട്ടുള്ളതാണ്, ഇത് ആരുടെ ആണെന്നൊക്കെ. അത് ഞാൻ പറയുന്നത്, ഇഫ് കോപ്പറേഷൻ ഫെയിൽസ് ദർ വിൽ ഫെയിൽ ദ ബെസ്റ്റ് ഹോപ്പ് ഫോർ റൂറൽ ഇന്ത്യ. ഇങ്ങനെയാണ് പറഞ്ഞത് ആരാണ്? കാൽവെട്ടാണ്. നെക്സ്റ്റ്,
ഇതിൻ്റെ റെക്കമെൻഡേഷൻ എന്ന് പറഞ്ഞാൽ റെഗുലേറ്റഡ് മാർക്കറ്റ് വേണമെന്ന് പറഞ്ഞു. അതുപോലെ സിംഗിൾ പർപ്പസ് കോപ്പറേറ്റീവ് സൊസൈറ്റികൾ വേണം. ആക്റ്റീവ് പ്രൈസ് പോളിസി കൊണ്ടുവരണമെന്ന് പറഞ്ഞു. അതേപോലെ രജിസ്ട്രാർ ബിക്കം ഫൗണ്ടേഷൻ ഓഫ് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ്. അതായത് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റിൻ്റെ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് രജിസ്ട്രാർ ആയിരിക്കണമെന്ന് അറിയാമല്ലോ. എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്ന ആരാണ്? രജിസ്ട്രാറാണ്. അപ്പം നമ്മുടെ കോപ്പറേറ്റീവിൻ്റെ ഹെഡ് എന്ന് പറയുന്നത് തന്നെ ആരാണ്? രജിസ്ട്രാറാണ്. അതാണ് ആര് കൊണ്ടുവന്ന റെക്കമെൻഡേഷൻ? കാൽവർട്ട് കൊണ്ടുവന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു റെക്കമെൻഡേഷൻ. നെക്സ്റ്റ് കമ്മിറ്റി എന്ന് പറയുന്നത് കോപ്പറേറ്റീവ് പ്ലാനിംഗ് കമ്മിറ്റിയാണ്. പ്ലാനിംഗ് കമ്മിറ്റിയുടെ ഹെഡ് എന്ന് പറയുന്നത് RG സരയ്യാണ്. ഈ കോപ്പറേറ്റീവ് പ്ലാനിംഗ് കമ്മിറ്റിയും അപ്പോയിൻറ്റ് ചെയ്തിരിക്കുന്നത് ബ്രിട്ടീഷ് ഗവൺമെൻറ്റാണ്. കാരണം നമുക്ക് ഇൻഡിപെൻഡൻസിന് മുന്നേ ഉള്ള കാര്യങ്ങളാണ് ഇതെല്ലാം. അപ്പം അതുകൊണ്ടാണ് ഈ കമ്മിറ്റികളൊക്കെ മിക്കതും അപ്പോയിൻറ്റ് ചെയ്തിരിക്കുന്നത് ബ്രിട്ടീഷ് ഗവൺമെൻറ് ആയിരിക്കുന്നത്. ഈ കോപ്പറേറ്റീവ് പ്ലാനിംഗ് കമ്മിറ്റി അപ്പോയിൻറ്റ് ചെയ്തിരിക്കുന്നത് 1945-ലും റിപ്പോർട്ട് സമർപ്പിച്ചത് 1946-ലുമാണ്. അതുപോലെ ഇനി റോയൽ കമ്മീഷൻ്റെ റെക്കമെൻഡേഷൻ എന്ന് പറഞ്ഞാൽ മൾട്ടി പർപ്പസ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. അപ്പോൾ നമ്മുടെ റോയൽ കമ്മീഷൻ പറഞ്ഞത് എന്താണ്? സിംഗിൾ പർപ്പസ് കോപ്പറേറ്റീവ് സൊസൈറ്റികൾ വേണമെന്നാണ്. പക്ഷേ നമ്മുടെ കോപ്പറേറ്റീവ് പ്ലാനിംഗ് കമ്മിറ്റി RG സരയ്യ പറയുന്നത് എന്താണ്? മൾട്ടി പർപ്പസ് കോപ്പറേറ്റീവ് സൊസൈറ്റികൾ വേണമെന്ന്. അതുപോലെ മ്യൂച്വൽ ക്രെഡിറ്റ് അസോസിയേഷനും ഫോർമേഷൻ ഓഫ് അർബൻ ആൻഡ് റൂറൽ ഹൗസിംഗ് സൊസൈറ്റീസ് വേണമെന്ന് പറഞ്ഞത് ആരാണ്? RG സരയ്യയുടെ കോപ്പറേറ്റീവ് പ്ലാനിംഗ് കമ്മിറ്റിയാണ്. നെക്സ്റ്റ്, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കമ്മിറ്റിയാണ്. നമ്മൾ എക്സാമിനൊക്കെ ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളൊരു കമ്മിറ്റിയാണ്. ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റി എന്ന് പറഞ്ഞാലും. ഇതിൻ്റെ ഹെഡ് AD ഗോർവാലയാണ്. അപ്പോൾ അതുകൊണ്ട് ഇതിനെ ഗോർവാല കമ്മിറ്റി എന്നും അറിയപ്പെടുന്നുണ്ട്. പിന്നെ ഈ ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റി അപ്പോയിൻറ്റ് ചെയ്തിരിക്കുന്നത് ആരാണ്? RB ആണ്. അതാണ് ഇതിനകത്ത് ഇമ്പോർട്ടൻറ്റ്. അതുപോലെ ഇയർ ഓഫ് അപ്പോയിൻമെൻറ്റ് 1951 ആണ്. ഇയർ ആണ്, സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആട്ടോ. ഇനി ഇതിൻ്റെ റിപ്പോർട്ട് സമർപ്പിച്ചത് എന്നാണ്? 1954. ഇയർ ഓഫ് അപ്പോയിൻമെൻറ്റ് 1951, ഇയർ ഓഫ് റിപ്പോർട്ട് 1954. അതുപോലെ അപ്പോയിൻറ്റ് ചെയ്തത് ആരാണ്? RB. ഇനി ഇതിൽ സെക്രട്ടറി ഓഫ് ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റി എന്ന് പറഞ്ഞത് വെങ്കിട്ടപ്പയ്യാണ്. കാരണം ഇതിൽ പ്രത്യേകം പറയുന്നത് വെങ്കിട്ടപ്പൈ ഇനി വരാൻ പോകുന്നൊരു കമ്മിറ്റിയിൽ ഹെഡായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അത് തെറ്റിപ്പോകരുത്. ഇനി ഇതിൽ മെമ്പേഴ്സ് എന്ന് പറയുന്നത് AD ഗോർവാല, DR ഗാഡ്ഗിൽ, NSR ശാസ്ത്രി, വെങ്കിട്ടപ്പൈ. അപ്പോൾ ഇത്രയും പേരാണ് ഇതിൽ മെമ്പേഴ്സ്. ഇതിൻ്റെ ഹെഡായിട്ട് വരുന്നത് AD ഗോർവാലയാണ്. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്, ശ്രദ്ധിക്കണേ. ഇനി ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റി ഈസ് നോൺ ആസ് മാഗ്ന കാട്ട ഇൻ ദ ഹിസ്റ്ററി ഓഫ് ഇന്ത്യൻ കോർപ്പറേഷൻ. ഇന്ത്യൻ കോർപ്പറേഷനിൽ മാഗ്ന കാട്ട എന്നറിയപ്പെടുന്ന ആരാണ്? ഇന്ത്യൻ കോർപ്പറേഷനിലെ മാഗ്ന കാട്ട എന്നറിയപ്പെടുന്നതാണ് ഈ കമ്മിറ്റി. അതുപോലെ ഇത് നമുക്ക് എക്സാമിന് ചോദിച്ചിട്ടുള്ളൊരു പോയിൻ്റാണ്. ഇപ്പം അതുപോലെ ഈ കമ്മിറ്റി പറഞ്ഞിരിക്കുന്ന ഒരു കോട്ടാണ് കോർപ്പറേഷൻ ഹാസ് ഫെയിൽഡ് ബട്ട് ഇറ്റ് മസ്റ്റ് സക്സീഡ്. ഈ 2 പോയിന്റുകളും നമുക്ക് എക്സാമിന് ചോദിച്ചിട്ടുള്ള കേട്ടോ. ഇനി ഈ കമ്മിറ്റി സബ്മിറ്റഡ് ഇറ്റ്സ് റിപ്പോർട്ട് ഇൻ 3 വോള്യൂംസ്. 3 വോള്യൂംസ് ആയിട്ടാണ് എന്ത് ചെയ്തത്? ഈ കമ്മിറ്റീൻ്റെ റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത്. എന്ന് 1954. ഇനി ഇതിൻ്റെ റെക്കമെൻഡേഷൻസ് നോക്കാം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റെക്കമെൻഡേഷനാണ് ഫോർമേഷൻ ഓഫ് SBI. SBI എന്ന് പറഞ്ഞൊരു ബാങ്ക് നമുക്ക് വേണമെന്നുള്ള റെക്കമെൻഡ് ചെയ്തത് ആരാണ്? ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റിയാണ്. അതുപോലെ സ്റ്റേറ്റ് പാർട്ണർഷിപ്പ്, ക്രോപ്പ് ലോൺ സിസ്റ്റം, ലിങ്കിങ് ഓഫ് ക്രെഡിറ്റ് വിത്ത് മാർക്കറ്റിംഗ്, അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സ്റ്റെബിലൈസേഷൻ ഫണ്ട്, എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് ലാർജ് സൈസ്ഡ് ക്രെഡിറ്റ് സൊസൈറ്റീസ്. അപ്പോൾ ഇത് ഇത്രയും എന്താണ്? ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻസ് ആണ്. ഇത് കൂടാതെ എഫക്റ്റീവ് സൂപ്പർവിഷൻ ആൻഡ് ഓഡിറ്റ് ഈസ് നെസസറി ഫോർ കോപ്പറേറ്റീവ് സൊസൈറ്റി. അപ്പോൾ കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് ഓഡിറ്റും സൂപ്പർവിഷനും ഒക്കെ വേണമെന്നും ആര് റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്? ഈ കമ്മിറ്റി. അതുപോലെ ഇൻ്റഗ്രേറ്റഡ് സിസ്റ്റം ഓഫ് റൂറൽ ക്രെഡിറ്റ്, കൺസോർഷ്യം ലെൻഡിങ് സ്കീം, ക്രിയേഷൻ ഓഫ് വേരിയസ് ഫണ്ട്, ഇതെല്ലാം എന്ത് ചെയ്തതാണ്? ഈ ഒരു കമ്മിറ്റിയുടെ ഭാഗമായിട്ട് വന്നതാണ്. നെക്സ്റ്റ് കമ്മിറ്റി എന്ന് പറഞ്ഞാൽ ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് റിവ്യൂ കമ്മിറ്റി. തിരിഞ്ഞു പോകരുത്, ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റിയാണ് മുമ്പേ നമ്മൾ പറഞ്ഞത്. അതിൻ്റെ സെക്രട്ടറി ആയിരുന്നു ആര്? വെങ്കിട്ടപ്പൈ. ഇത് ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് റിവ്യൂ കമ്മിറ്റിയാണ്. അതിൻ്റെ ഹെഡാണ് ആര്? B. വെങ്കിട്ടപ്പൈ. ഈ കമ്മിറ്റി അപ്പോയിൻറ്റ് ചെയ്തിരിക്കുന്നത് ആരാണ്? RB ആണ്. അപ്പോൾ തിരിഞ്ഞു പോകരുത്. ഇതിൽ ഇയർ ഓഫ് അപ്പോയിൻമെൻറ്റ് 1965, ഇയർ ഓഫ് റിപ്പോർട്ട് 1969 ആണ്. അപ്പോൾ ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റി അപ്പോയിൻറ്റ് ചെയ്തത് 1951-ലും റിപ്പോർട്ട് സമർപ്പിച്ചത് എന്നാണ്? 1954-ലാണ്. ഇനി ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് റിവ്യൂ കമ്മിറ്റി അപ്പോയിൻറ്റ് ചെയ്തതും
RBI ആണ്. അത് അപ്പോയിൻറ്റ് ചെയ്തതെന്നാണ് 1965 അതിൻ്റെ റിപ്പോർട്ട് വരുന്നത് 1969. ഇനി ഇതിൻ്റെ റെക്കമെൻഡേഷൻസ് നോക്കാം. ഇതിലെ റെക്കമെൻഡേഷൻ എന്ന് പറഞ്ഞാൽ മൾട്ടി ഏജൻസി അപ്രോച്ച് ഇൻ റൂറൽ ക്രെഡിറ്റ്, ഓർഗനൈസേഷൻ ഓഫ് റൂറൽ ഇലക്ട്രിഫിക്കേഷൻ കോർപ്പറേഷൻ, അതുപോലെ സ്മാൾ ഫാമേഴ്സ് ഡെവലപ്മെൻറ്റ് ഏജൻസിയും മാർജിനൽ ഫാമേഴ്സ് ഡെവലപ്മെൻറ്റ് ഏജൻസി, ഈ പറഞ്ഞ ഏജൻസികളും അതുപോലെ ഓർഗനൈസേഷൻ ഓഫ് റൂറൽ ഇലക്ട്രിഫിക്കേഷൻ കോർപ്പറേഷനൊക്കെ റെക്കമെൻഡ് ചെയ്ത ആരാണ്? ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് റിവ്യൂ കമ്മിറ്റിയാണ്. ഹെഡ് വെങ്കിട്ടപ്പൈ. അപ്പോയിൻറ്റ് ചെയ്തത് RBI. നെക്സ്റ്റ് അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് റിവ്യൂ കമ്മിറ്റി. ഇത് ഹെഡായിരിക്കുന്ന ആരാണ്? AM ഖുസ്രു ആണ്. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആട്ടോ അതും. അതുപോലെ അപ്പോയിൻറ്റ് ചെയ്തിരിക്കുന്നത് RBI ആണ്. അപ്പോൾ ഈ കമ്മിറ്റികളൊക്കെ അപ്പോയിൻറ്റ് ചെയ്തിരിക്കുന്ന ആരാണ്? ഏത് തൊട്ടാണ്? നമ്മുടെ ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റി മുതൽ ഇങ്ങോട്ട് അപ്പോയിൻറ്റ് ചെയ്തിരിക്കുന്ന ആരാണ്? RBI ആണ്. 3 ഇപ്പോൾ പറഞ്ഞതിൽ. ഇനി ഇതിൻ്റെ ഇയർ ഓഫ് അപ്പോയിൻമെൻ്റ് എന്ന് പറഞ്ഞാൽ 1986 ഇയർ ഓഫ് റിപ്പോർട്ട് 1989 ഇനി ഇതിൻ്റെ റെക്കമെൻഡേഷൻ എന്ന് പറഞ്ഞാൽ ബിസിനസ് ഡെവലപ്മെൻറ്റ് പ്ലാൻ BDP എന്ന് നമ്മൾ ഷോർട്ട് ഫോമിൽ പറയും. നമുക്ക് എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. ആരാണ് റെക്കമെൻഡ് ചെയ്തത്? AM ഖുസ്രു ആണ്. അതായത് അഗ്രികൾച്ചർ ക്രെഡിറ്റ് റിവ്യൂ കമ്മിറ്റിയാണ്. ഇനി സെറ്റിംഗ് അപ്പ് ഓഫ് നാഷണൽ കോഓപ്പറേറ്റീവ് ബാങ്ക് ഓഫ് ഇന്ത്യ, അതും ആര് റെക്കമെൻഡ് ചെയ്തു? AM ഖുസ്രു. നെക്സ്റ്റ് ടാസ്ക് ഫോഴ്സ് കമ്മീഷൻ ഹെഡഡ് ബൈ വൈദ്യനാഥൻ, അപ്പോയിൻറ്റഡ് ബൈ ഫിനാൻസ് മിനിസ്റ്റർ ഓഫ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ. ഫിനാൻസ് മിനിസ്റ്റർ ഓഫ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആണ് ആരെ അപ്പോയിൻറ്റ് ചെയ്തത്? വൈദ്യനാഥൻ കമ്മിറ്റി, അതായത് ടാസ്ക് ഫോഴ്സ് കമ്മീഷനെ അപ്പോയിൻറ്റ് ചെയ്തത്. ഇതിൽ അപ്പോയിൻറ്റ് ചെയ്തതെന്നാണ് 2004. ഇതിൻ്റെ റിപ്പോർട്ട് സമർപ്പിച്ചത് അദ്ദേഹം 2006 ഇതിൻ്റെ റിപ്പോർട്ട് സമർപ്പിച്ചത്. ഇനി വൈദ്യനാഥൻ കമ്മിറ്റി അല്ലെങ്കിൽ ടാസ്ക് ഫോഴ്സ് കമ്മീഷൻ്റെ റെക്കമെൻഡേഷൻസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഫസ്റ്റ് റെക്കമെൻഡേഷൻ എന്ന് പറഞ്ഞാൽ ഡെപ്പോസിറ്റേഴ്സ് ഹാവിങ് വോട്ടിംഗ് റൈറ്റ്. ഡെപ്പോസിറ്റേഴ്സിന് എന്ത് വേണം? വോട്ടിംഗ് റൈറ്റ് കൊടുക്കണമെന്ന് ആര് റെക്കമെൻഡ് ചെയ്തു? ടാസ്ക് ഫോഴ്സ് കമ്മീഷൻ റെക്കമെൻഡ് ചെയ്തു. അതുപോലെ പ്രൊവൈഡ് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് കൊടുക്കണമെന്നും ആര് റെക്കമെൻഡ് ചെയ്തു? ടാസ്ക് ഫോഴ്സ് കമ്മീഷൻ റെക്കമെൻഡ് ചെയ്തു. ഇനി ഇൻസ്ട്രുമെൻറ്റ് ഫോർ ദ പ്രൊഡ്യൂസേഴ്സ് കമ്പനീസ് ബിൽ എന്ന് പറഞ്ഞ ആരാണ്? വൈദ്യനാഥനാണ്. നെക്സ്റ്റ് ലേറ്റസ്റ്റ് ആയിട്ടുള്ളൊരു കമ്മിറ്റിയാണ്, അതായത് ശ്രീറാം കമ്മിറ്റി. എല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും. ശ്രീറാം കമ്മിറ്റി റെക്കമെൻഡഡ് ദ ഫോർമേഷൻ ഓഫ് കേരള ബാങ്ക്. കേരള ബാങ്ക് വേണമെന്ന് റെക്കമെൻഡ് ചെയ്ത കമ്മിറ്റി ഏതാണ്? ശ്രീറാം കമ്മിറ്റിയാണ്. അപ്പോൾ കേരള ബാങ്കിൻ്റെ രൂപീകരണം ഈ ശ്രീറാം കമ്മിറ്റിയെക്കുറിച്ചൊക്കെ ഞാനൊരു ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്തിട്ടുണ്ട്. ഞാനതിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ താഴെ കൊടുക്കാം. നെക്സ്റ്റ് കേരള ബാങ്ക് ഇസ് ദ ഫസ്റ്റ് സ്റ്റേറ്റ് ഓൺഡ് ബാങ്ക് ഇൻ കോഓപ്പറേറ്റീവ് സെക്ടർ. നമ്മുടെ സ്റ്റേറ്റ് ഓൺഡ് ആയിട്ടുള്ള ഫസ്റ്റ് കോഓപ്പറേറ്റീവ് സെക്ടറിലെ ബാങ്ക് എന്ന് പറയുന്നതാണ് ഇത് കേരള ബാങ്ക്. സെക്ഷൻ 14A ഡീൽസ് വിത്ത് കേരള ബാങ്ക്. ഇനി കേരള ബാങ്ക് വാസ് ഇനാഗുറേറ്റഡ് ബൈ ദ ചീഫ് മിനിസ്റ്റർ പിണറായി വിജയൻ ഓൺ 6 December 2019. അതായത് ഈ കേരള ബാങ്ക് ഉദ്ഘാടനം ചെയ്തത് നമ്മുടെ ചീഫ് മിനിസ്റ്റർ പിണറായി വിജയനാണ്. അത് എന്നാണ്? 6 December 2019 കേരള ബാങ്ക് നിലവിൽ വരുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ കമ്മിറ്റീസ്. അപ്പം ഈ പറഞ്ഞ ഇത്രയും കമ്മിറ്റീസും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് എക്സാമിന് ചോദിക്കുന്നതാണ്. ഇതിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് തീർച്ചയായിട്ടും വരാം. അപ്പോൾ എല്ലാവരും ഈ കമ്മിറ്റീസ് ഒന്ന് പഠിക്കും.